ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ 7ാമത്തെ സീസണാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഓരോ സീസണുകളിലും ഓരോ മത്സരാർത്ഥികൾ വന്നു. പക്ഷേ ഈ സീസണുകളിലൊക്കെ നമുക്ക് വിസിബിളി ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരു ഭൂരിഭാഗം ആൾക്കാർ പറയുന്ന ഒരാൾക്കായിരിക്കില്ല കപ്പ് കിട്ടുന്നത്, പകരം മറ്റൊരു വ്യക്തിക്കായിരിക്കും. അത് മാത്രമല്ല, ബിഗ് ബോസിൽ അതൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു വിന്നർ ആയിരിക്കും എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇതൊരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സീസണിലും എല്ലാവരും ആഗ്രഹിച്ച് പ്രെഡിക്റ്റ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷ് ആണെങ്കിൽ കപ്പ് തൂക്കിയത് അനുമോളാണ്. അനുമോളിന് അതുപോലെ തന്നെ ഫാൻസ് ഉണ്ടായിരുന്നു. അതനുസരിച്ചൊരു ഫാൻസ് പവർ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അനുമോള്. സോ അതുകൊണ്ട് തന്നെ യൂഷ്വലി അനുമോള് കപ്പെടുക്കും എന്ന് ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് കരുതിയെങ്കിലും വളരെ കോമണറായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു വന്ന അനീഷ് ഇവിടെ ഹിറ്റ് ആകുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ എന്താണ് PR, പബ്ലിക് റിലേഷൻ? ആ ഒരു കാര്യം കൊണ്ട് എത്രത്തോളം മത്സരാർത്ഥികളുടെ ഫേസ് മാറി, അത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നതാണ്. പുറത്ത് ഓൾറെഡി ഈ ഒരു PR എന്ന ലേബലിൽ ബിഗ് ബോസിലെ താരങ്ങളെ പോലെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ് വിനു. ഹു ഈസ് വിനു? അപ്പോൾ അതേക്കുറിച്ചൊരു കാര്യം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സീരിയൽ കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ഒരു ബിഗ് ബോസിന്റെ ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം കൂടി ക്ലിയർ ആയിട്ട് പറയാം. നമുക്ക് സ്കൂളിലായിക്കോട്ടെ, അതല്ല കോളേജുകളിലായിക്കോട്ടെ, അവിടെ കലോത്സവമുണ്ട്, യൂത്ത് ഫെസ്റ്റിവൽ. അവിടെ ഡിസ്ട്രിക്ട് ലെവലിലുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ലെവലുണ്ട്. അങ്ങനെ കുറേ ലെവലുകളായിട്ട് ഒരു കലോത്സവം നടക്കാറുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫേമസ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു പേരാണ് നവ്യ നായരുടേതും അമ്പിളി ദേവിയുടേതും. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ്, നമ്മൾ അവരുടെ ഒരു പഴയ ക്ലിപ്സുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. അത് മാത്രമല്ല, ഇന്നും തുടർച്ചയായി സംഭവിക്കുന്ന ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒപ്പന അല്ലെങ്കിൽ ഒരു തിരുവാതിര, മാർഗംകളി, ഇതിനു വേണ്ടിയിട്ട് ഇതൊരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു സാർ ഉണ്ടായിരിക്കും, ഒരു മാഷ് ഉണ്ടായിരിക്കും. ആ മാഷ് ശരിക്കും പറഞ്ഞാൽ ഈ ജഡ്ജസുമാരെ സ്വാധീനിച്ച് അവർക്ക് കൈക്കൂലിയും ഒക്കെ കൊടുത്ത് താൻ പഠിപ്പിച്ച കുട്ടികൾക്ക് ഫസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സാറന്മാരും മാഷന്മാരുമുണ്ട്. പല കലോത്സവ വേദികളിലും ഇതൊരു അടിയിൽ അവസാനിക്കുന്നത്. കുട്ടികൾ കഷ്ടപ്പെട്ട് കളിച്ച് അവസാനം ഒരു എന്താ പറയുക, ഒരു ന്യായമായ നീതിപൂർവമായ ഒരു വിധി ഉണ്ടാകാതെ കുട്ടികൾ പരസ്പരം കരയുകയും വഴക്കടിക്കുകയും ഇടികൂടുകയും ഒക്കെ ചെയ്യുന്നത് ഓരോ കലോത്സവ വേദികളുടെയും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. സത്യസന്ധമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. എനിക്കെന്തോ ഈ സീസണിലെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യവും ഇത് തന്നെയാണ്. ഇനി എന്താണ് ഈ ഒരു കലോത്സവ കാര്യം ഞാൻ കമ്പയർ ചെയ്തുകൊണ്ട് പറയാൻ വന്നെന്ന് വെച്ചാൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു ഫോർമാറ്റ് അറിയാം. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ആ കോണ്ടന്റ് ഏത് വിധേനയും കൊടുക്കുക. അവിടെ ഒരു ഫെയർ ഗെയിമോ അല്ലെങ്കിൽ ഒരു അൺഫെയർ ഗെയിമോ ഒന്നുമില്ല. അവിടെ എങ്ങനെയും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇടം നേടുക. എസ്പെഷ്യലി ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ മിനിസ്ക്രീൻ ഓഡിയൻസിന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. ബിഗ് ബോസ് മെനക്കെട്ടിരുന്ന് കാണുന്നതും, അത് ഹോട്ട്സ്റ്റാറിലായിക്കോട്ടെ ടെലിവിഷനിലായിക്കോട്ടെ, എപ്പിസോഡ് ഇരുന്ന് മെനക്കെട്ട് കാണുന്നത് ഈ പറഞ്ഞ ടെലിവിഷൻ ഓഡിയൻസ് തന്നെയാണ്. ബാക്കി സോഷ്യൽ മീഡിയ ഓഡിയൻസ് എന്ന് പറയുന്നത് ഓൾവേസ് എപ്പിസോഡ് കാണാതെ ഓരോ വ്യക്തികളുടെ ഓരോ ക്ലിപ്സ് ഒക്കെ ഇരുന്ന് കണ്ട് ഏതെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ കേട്ടായിരിക്കാം ഒരു വ്യക്തിയുടെ കുറച്ച്, അതായത് ഈ ഓൾമോസ്റ്റും ഒരു ജനപ്രീതിയിലേക്ക്, അതായത് അപ്പാർട്ട് ഫ്രം ദ ടെലിവിഷൻ ഓഡിയൻസ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇതൊരു വൈറൽ ആവുന്നതിന്റെ റീസൺ അവരുടെ ഓരോ നല്ല കാണാൻ കുറച്ച് ഭംഗസുള്ള കുറച്ചധികം ക്ലിപ്സുകളായിരിക്കും. അത്തരത്തിൽ കുറച്ച് ക്ലിപ്സ് കൊണ്ടുവരിക എന്നുള്ളത് ഈ ഒരു സീസണിന്റെയും അതുപോലെ തന്നെ എല്ലാ സീസണിന്റെയും ഒരു കഴിവ് തന്നെ, ഒരു മത്സരാർത്ഥിയെ വെച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു കഴിവാണ്. പക്ഷേ ഇത് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ ചെയ്യുന്ന കാര്യമല്ല. മത്സരാർത്ഥികളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ PR ചെയ്യുന്ന, അല്ലെങ്കിൽ ഫാൻസ് ആർമി അങ്ങനെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ PR ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് 1 മാസത്തോളം ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടാണ് ആൾക്കാർ അവിടെ കയറുന്നതെങ്കിലോ ഈ സീസൺ വരെയും അങ്ങനെയാണോ എന്നൊരു ചോദ്യമുണ്ട്. എങ്കിൽ അതായത് ഇനിയുള്ള സീസണുകളിൽ ഇതിനപ്പുറം ഒരു വലിയ സംഭാഷണം ഈ ഒരു PR കുറിച്ചുണ്ടാകും.
അതായത് ഇപ്പം 25 മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നു എന്ന് വിചാരിക്കുക. ഈ 25 പേർക്കും ഓരോ PR വെച്ചുണ്ട്. ഇത് PR തമ്മിലുള്ള ഒരു മത്സരമായി മാറത്തില്ലേ? അതായത് നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് ആദ്യത്തെ ഒരാഴ്ച ഇങ്ങനെയായിരിക്കണം, രണ്ടാമത്തെ ഒരാഴ്ച ഇങ്ങനെയായിരിക്കണം, മൂന്നാമത്തെ ഒരാഴ്ച എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇങ്ങനെയായിരിക്കണം, പിന്നെ എന്ത് കള്ളത്തരം നടത്തിയാലും നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല, എന്ത് വൃത്തികേട് കാണിച്ചാലും നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ചത് അങ്ങ് സമ്മതിക്കണം. ഇതേ കണക്കുള്ള ഒരു കോച്ചിങ്, ഒരു ട്രെയിനിങ് ഈ പറയുന്ന PR സൈഡിൽ നിന്നും ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഗെയിം കാണിക്കുന്ന ഒരു ഷോ എന്ന ലേബലിൽ നിന്ന് ബിഗ് ബോസ് മാറില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ അവർ എത്രയൊക്കെ ട്രെയിനിങ് ഒക്കെ നടത്തി എങ്ങനെയൊക്കെ വന്നാലും ശരി, ഈ പറയുന്ന പ്രേക്ഷകർ എന്താ പൊട്ടന്മാരാ? നമുക്ക് മനസ്സിലാക്കത്തില്ലേ ഇവരുടെ കാര്യം, ഇവരെന്തോ ഈ കാണിക്കുന്നു, ഇവർ അഭിനയിക്കുകയാണോ, ഇവരെന്താണെന്ന്. നമ്മൾ ഈ പ്രേക്ഷകർക്ക് ഒരു കാര്യമുണ്ട്, മുമ്പ് എന്ത് നടന്നാലും ശരി തൊട്ട് റീസെന്റ് ആയിട്ട് എന്ത് സംഭവിച്ചോ അതിനെയാണ് പ്രേക്ഷകർ കൂടുതലും പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മസ്താനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയ ആ സമയത്ത് ആ ഒരു വെറുപ്പൊന്നും തന്നെ ഫൈനലി ഈ പറയുന്ന ലാസ്റ്റ് റീ എൻട്രിക്ക് ശേഷം ആർക്കും ഉണ്ടായില്ല. റീസെന്റ് ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ എല്ലാവരും ചർച്ച ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വ്യക്തി എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എത്ര വൈറൽ കോണ്ടന്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും അവിടെ ചെന്ന് ഈ പറയുന്ന വ്യക്തി എന്താണോ ചെയ്യുന്നത് അതായിരിക്കാം പോപ്പുലറൈസ് ആവുന്നത്. അതിന് ഒരു എക്സാമ്പിൾ രേണുസുധിയാണ്. രേണുസുധി കേരളം കത്തിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് കയറുന്നത്. രേണുസുധി അവിടെ പോയി എന്ത് ചെയ്യും എന്ന് മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ രേണുസുധി അവിടെ പോയി ഒരു അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്കൊക്കെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതാണ് രേണുസുധി എന്ന് എല്ലാവരും വിധി എഴുതി. രേണുസുധിക്ക് ഒരു നല്ല പേര് കിട്ടി, നല്ല കാര്യം, രേണുസുധി ജീവിച്ചോട്ടെ. പക്ഷേ ഇത് ഈ പറയുന്ന PR-കളുടെ കയ്യിൽ ഈ ഒരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ PR-കൾ ആൾക്കാരെ പഠിപ്പിച്ചു വിടുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് ഒരു PR ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം വോട്ട്. അതായത് ഇപ്പം വിനു തന്നെ പലയിടത്തും വിസിബിൾ ആയിട്ട് ഭയങ്കരമായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആഴ്ച എവിക്റ്റ് ആയി പോകേണ്ടത് ബിൻസി ആയിരുന്നു എങ്കിൽ ആ ബിൻസിനെ മാറ്റി ശൈത്യനെ ആക്കാനും, ശൈത്യ ആയിരുന്നു എവിക്റ്റ് ആയി പോകേണ്ടിയിരുന്നുവെങ്കിൽ ശൈത്യനെ പിടിച്ചു നിർത്തി ബിൻസിനെ എവിക്റ്റ് ആക്കാനും തനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു 2000-ഓ 3000-ഓ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് അങ്ങോട്ട് മറിച്ചു കഴിഞ്ഞാൽ, കള്ളവോട്ടല്ല വോട്ട് മറിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പൊ ഒരാൾ പോകേണ്ടടുത്ത് അടുത്ത ആള് പോകും, അടുത്ത ആള് പോകേണ്ടടുത്ത് ഒരാൾ പോകും. അപ്പം ഈ പറയുന്ന കൊമ്പന്മാരെ ഒന്നും തൊടാൻ കഴിയില്ല. അതായത് ആ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും നന്നായിട്ട് പ്ലേ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ തൊടാൻ കഴിയില്ല. എങ്കിലും ഒരാഴ്ച ജെനുവിൻലി പോകേണ്ട ആള് പോകുന്നതിന് പകരം വേറൊരു സെക്കൻഡ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു വ്യക്തി ഔട്ട് ആവുന്നുണ്ട്. നേരെ മറിച്ച് ആ വ്യക്തിക്ക് കുറച്ചും കൂടെ ഒരാഴ്ചയും കൂടെ കിട്ടിയാൽ ആ ഒരു വ്യക്തി കുറച്ചും കൂടെ നന്നായിട്ട് ആക്റ്റീവായിട്ട് ഗെയിം കളിച്ചിരുന്നെങ്കിലോ, അപ്പോൾ അവിടെ ഒരു ജെനുവിനിറ്റി പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ ഈ എന്താണ് ഈ വോട്ട് ക്യാൻവാസിങ് അല്ലെങ്കിൽ ഈ വോട്ട് മറിക്കൽ എന്ന് പറയുന്നത്? ഒരാൾക്ക് 200 രൂപയോ 100 രൂപയോ ഒക്കെ കൊടുത്തിട്ട് അയാളെ കൊണ്ട് ഹോട്ട്സ്റ്റാർ ത്രൂ വോട്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടി, അതത്ര നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. ഇത് എനിക്ക് പറഞ്ഞു തന്ന വ്യക്തിയും ഈ PR തന്നെയാണ് എങ്കിൽ കൂടി ഞാൻ പറയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റിന് കുറച്ച് ലൈക്ക് കിട്ടണം, അതൊരു കോമ്പറ്റീഷനാണ്. തൻ്റെ ഫോട്ടോയ്ക്ക് ലൈക്ക് കിട്ടണം, കോമ്പറ്റീഷനിൽ വിൻ ചെയ്യണമെങ്കിൽ ലൈക്ക് വേണം, ഷെയർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പോസ്റ്റ് അത് കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ട്, എടാ നീ ഇത് ലൈക്ക് ചെയ്യണേ, നീ നിന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് ക്യാൻവാസ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ കാശ് കൊടുത്തും ആൾക്കാരെ കൊണ്ട് ക്യാൻവാസ് ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നു. ഇത് സത്യം പറഞ്ഞ ഒരു ജെനുവിൻ ഫാൻസ് ആണോ? അല്ല, 100% അല്ല. ബിഗ് ബോസ് കാണാത്ത, ബിഗ് ബോസിനെ കുറിച്ചൊന്നും അറിയാത്ത, അനീഷ് ആരാണെന്നും അനുമോൾ ആരാണെന്നും അറിയാത്ത ആൾക്കാരുടെ വോട്ട് മാറി മറിഞ്ഞാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു വിന്നർ വരുന്നത്. അത് ജെനുവിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അല്ലാതെ ഇതൊന്നും ഇല്ലാണ്ട് ഈ PR-ഉം അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഇല്ലാണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് നിലനിൽക്കില്ല എന്ന് പറയുന്നതിനകത്തും സത്യമുണ്ട്. അതെന്താണെന്ന് പറയാം. ഇത് മൂന്നാമത്തെ ഒരു സെഷനായിട്ട് നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് ഓരോ വ്യക്തികൾക്കും PR വരാൻ സാധ്യതയുണ്ട്. 25 പേരുണ്ടെങ്കിൽ 25 PR-കൾ തമ്മിലായിരിക്കും പിന്നെ മത്സരം. അതായത് ഇപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അനുമോളിന്റെ PR വിസിബിൾ ആയതുകൊണ്ട് വിനും, വേറൊരു വ്യക്തിയുടെ പനീഷിന്റെ PR
തുച്ഛം അല്ലെങ്കിൽ ഒരു 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 എമൗണ്ട് ഓഫ് വോട്ടിന് അനീഷിന്റെ PR തോറ്റു, അനുമോളുടെ PR ജയിച്ചു, അക്ബറിന്റെ PRന് ഒന്നും എത്താൻ പറ്റിയില്ല, 5ാം സ്ഥാനത്തേക്ക് പോയി. ഷാനവാസിന്റെ PR കുറച്ചുകൂടെ ഒക്കെ ഒന്ന് നന്നായിട്ട് മത്സരിക്കണമായിരുന്നു, കുറച്ചുകൂടെ ഒക്കെ കാശ് വാരി എറിയണമായിരുന്നു എന്ന അവസ്ഥയിലേക്ക് ഈ കഥ മാറുന്നില്ലേ? ഇതിപ്പോ പോകെ പോകെ ഈ PRകളുടെ പണികൾ കൂടി വരുമ്പോഴത്തേക്കും മത്സരാർത്ഥികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് PRകൾ ഒരു വലിയ ബിസിനസ് ഇതിനകത്ത് തുടങ്ങും. എന്നാൽ ഇത് ബിഗ് ബോസിന് നേട്ടമോ കോട്ടമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നേട്ടമല്ലേ. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയ്ക്ക് തന്നെ PR വേണം. അതായത് ബിഗ് ബോസിനെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ കുറെ അധികം ആൾക്കാർ വേണം. അപ്പോൾ ബിഗ് ബോസിന് 25 മത്സരാർത്ഥികളുണ്ട്, 25 PRന് ഫ്രീ ആയിട്ട് ബിഗ് ബോസിന് കിട്ടുകയല്ലേ. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഒരു വലിയ ബിസിനസ് ആയിട്ട് ഈ കേരളത്തിൽ വളരുകയല്ലേ. നല്ല കാര്യം. യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്നവർക്കും ഒക്കെ നമുക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് ബിഗ് ബോസ് മാറും. പക്ഷേ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, ജെനുവിനിറ്റി എന്ന് പറയുന്നത് മാത്രമായിരിക്കും തുലാസിലാടാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വോട്ട് ക്യാൻവാസിങ് ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, PRന്റെ ഇടയിൽ നടക്കുന്ന മത്സരങ്ങളായിക്കോട്ടെ, ഇതിനകത്തൊക്കെ തന്നെ ഒരു അനീതി വിസിബിൾ ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മൊത്തത്തിൽ പൊട്ടന്മാരാകുന്നത് ബിഗ് ബോസ് വളരെ ഇഷ്ടത്തോടെ കാണുന്ന ജെനുവിൻ ആയിട്ടിരിക്കുന്ന ഓഡിയൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അനീഷിനെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഇന്ന് നല്ല വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയും വോട്ട് ക്യാൻവാസ് ചെയ്യാൻ അനുമോൾക്ക് കഴിഞ്ഞത് കൊണ്ട് വോട്ട് ക്യാൻവാസിങ്ങിലൂടെ കുറച്ച് വോട്ട് അധികം കിട്ടിയത് കൊണ്ടാണ് അനുമോൾ ജയിച്ചത് എന്നുള്ള ഒരു പ്രസ്താവനയിലേക്ക് വന്നില്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും കോട്ടവും നേട്ടം എല്ലാം കൂടെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ തോന്നുക. ഈ കാര്യം നിങ്ങൾക്ക് ഒരു വട്ടം കേൾക്കുമ്പോൾ മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കിട്ടിയെങ്കിൽ, മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ വോട്ട് ക്യാൻവാസിങ്, PR, അതുപോലെ തന്നെ ഈ പറയുന്ന PR തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആ ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കുന്ന പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് റീച്ച് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ആ ഒരു വീഡിയോയിലൂടെ മാത്രം കാണുന്നവരുടെ വോട്ട് കൂടി എപ്പിസോഡൊന്നും കാണാത്ത ആ ഒരു വീഡിയോയിലൂടെ മാത്രം കണ്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ വോട്ട് കൂടി ആ വ്യക്തിക്ക് കിട്ടും. സോ ഇതൊക്കെ ഇതിനകത്തൊരു ഘടകമാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക എന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്തൊന്ന് കമന്റിൽ എഴുതിയിടാം. സോ നമുക്ക് ഈ ഒരു ചർച്ച, PR ചർച്ച, അത് നമുക്ക് കുറച്ച് അധികം വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ വർഷം എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷം വിസിബിൾ ആയിട്ട് തൻ്റെ PR ആണ് ഇയാള് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഓരോ വ്യക്തികളും വരാനുള്ള സാധ്യത കാണുന്നത്. എനിവേ, സീരിയൽ ഗ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പോയി വരാം. ബൈ.